ദൈവവിളി എന്നത് സഭയ്ക്കും സമൂഹത്തിനും ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് 2025-26 ഡിസംബർ ജനുവരി മാസങ്ങളിൽ പൗരോഹിത്യം സ്വീകരിക്കുന്ന ഡീക്കന്മാരെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡീക്കൻ മാർട്ടിൻ നീളപ്പറമ്പിലാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡീക്കനോട് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. ആദ്യം തന്നെ ഡീക്കനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഡീക്കൻ മാർട്ടിൻ നീളപ്പറമ്പിൽ. എൻ്റെ വീട് ആര്യാടാണ്. ആലപ്പുഴ ജില്ലയിലെ ആര്യാട് എന്ന് പറഞ്ഞ ഇടവകയാണ് എൻ്റെ ഇടവക. എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, പിന്നെ എനിക്ക് 2 സഹോദരങ്ങൾ, ചേച്ചിയുമുണ്ട്, അനിയനുമുണ്ട്. ചേച്ചി അനിയനും ഒരു ജോലി ചെയ്യുന്നു. അതാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ. ഈ ദൈവവിളി എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ സൺഡേ സ്കൂളിലും അല്ലെ സൺഡേ സ്കൂളിലെ സിസ്റ്റേഴ്സ്, അധ്യാപകർ അല്ലെങ്കിൽ അൽത്താര ബാലനായിരിക്കുന്ന സമയം, ആ സമയമൊക്കെ ഒരുപക്ഷെ ദൈവവിളിയുടെ ഒരു ഇതിലേക്ക് വളരെ പ്രധാനപ്പെട്ടായിരിക്കും. അപ്പം എങ്ങനെയാണ് ഈ ദൈവവിളിയിലേക്ക് സ്വീകരിക്കാനുള്ള അല്ലെ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരാനുള്ളൊരു സന്ദർഭവും സാഹചര്യവും ഒക്കെ ഉണ്ടായത്? ദൈവവിളിയിലേക്ക് കടന്നു വരാൻ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഇൻസിഡൻ്റായിട്ട് കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും കൊച്ചുനാളിലെ മുതൽ ഞാൻ ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ദൈവവിളി അല്ലെങ്കിൽ കുറച്ച് അച്ഛന്മാർ അല്ലെങ്കിൽ കുറേ സിസ്റ്റർമാർ നമ്മൾ കാണുന്നു. അവരുടെ ജീവിതങ്ങൾ നമ്മളെ പലപ്പോഴും ഞങ്ങളെപ്പോലുള്ള ബ്രദേഴ്സിൻ്റെ സെമിനാരിക്കാരുടെ ദൈവവിളിയെ പലപ്പോഴും സ്വാധീനിക്കാൻ. പക്ഷേ എന്നാലും എൻ്റെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പുരോഹിതന്മാരെ മാത്രമല്ല, നിരവധിയായിട്ടുള്ളവർ എന്നെ ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ ദൈവവിളി സ്വീകരിക്കാനായിട്ട് എന്നെ ഒരു ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ചെറിയൊരു ഇൻസിഡൻ്റാണ് എനിക്ക് ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കാനും. ആ ഒരു ചെറിയ ഇൻസിഡൻറ്റ്, എൻ്റെ കൊച്ചുനാൾ സംഭവിച്ച ഇൻസിഡൻ്റാണ് വലിപ്പം പ്രായപൂർത്തിയാകുന്ന സമയത്താണെങ്കിലും മുമ്പോട്ടുള്ള ജീവിതത്തിലാണ് എനിക്ക് ദൈവവിളികൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഒരു പൗരോഹിത്യത്തിലേക്ക് കടന്നു വരണമെന്നൊരു ചിന്തയിൽ കടന്നു വരാനായിട്ട് എനിക്ക് പ്രേരിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതായത് എൻ്റെ അനിയൻ്റെ മാമോദിസ സമയത്ത് എൻ്റെ വികാരിച്ചനായിരുന്നു. അനിയനെ മാമോദിസ മുഖ്യ വികാരിച്ചൻ. ഞാൻ മാമോദിസ കഴിഞ്ഞ് ഞങ്ങൾ പള്ളി ദേവാലയത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും അവൻ്റെ അടുത്ത് തന്നെ ഞാൻ നിൽപ്പുണ്ടായിരുന്നു. അന്നേരം അച്ഛൻ എന്നെ കണ്ടിട്ട് എന്നോടൊക്കെ പറഞ്ഞു, ഞാൻ കുറച്ച് ബഹളിയായിരുന്നു, അതായത് അവിടെ ഇവിടെ ഓടി നടക്കുമായിരുന്നു. അന്നേരം അച്ഛനെ ഓടിച്ച് ഞാൻ സ്തുതി കൊടുത്തപ്പോൾ അച്ഛൻ എൻ്റെ അടുക്ക തലത്തിട്ട് എന്നൊക്കെ പറഞ്ഞു, നിൻ്റെ പേരെന്ന് ചോദിച്ചാൽ പേര് പറഞ്ഞു. അന്നേരം പറഞ്ഞു, നീ വലുതായി കഴിഞ്ഞൊരു അച്ഛനാണോ, നിനക്കിങ്ങനെ ഓടി നടന്ന് കുറേയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി, അതുകൊണ്ട് നീ വലുതാകുമ്പോഴേക്കും ഒരു അച്ഛൻ പൗരോഹിത്യത്തിലേക്ക് നീ കടന്നു വരണമെന്ന് പറഞ്ഞു. അന്ന് എനിക്കങ്ങനെ വലിയ താല്പര്യം, കൊച്ചുനാളായിരുന്നു, നമുക്ക് വിവേചിച്ചറിയാനുള്ള പ്രായം ഇതൊന്നും ആയിട്ടില്ല. എന്നാലും അതൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷേ കാലഘട്ടത്തിൻ്റെ മുമ്പോട്ട് പോകുന്നവർ എൻ്റെ അത് മനസ്സിൽ നിന്നൊക്കെ പോയി. പക്ഷേ എൻ്റെ വല്യമ്മച്ചിയാണ് കൂടുതൽ എൻ്റെ അടുക്ക് ഇങ്ങനെ ഈ ഇൻസിഡൻറ്റ് നിരവധി പ്രാവശ്യം എന്നോട് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ഒരച്ഛനിങ്ങനെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഓർക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഞാൻ ഓർക്കുന്നില്ലെങ്കിലും വല്യമ്മച്ചി എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്തതിൻ്റെ ഫലമായിട്ട്, പല പ്രാവശ്യം ഷെയർ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്താണെങ്കിലും, ഞാൻ ഹൈസ്കൂളിൻ്റെ സമയത്ത് ആണ് കൂടുതൽ ക്യാമ്പിനോട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് ആ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് എനിക്ക് പണ്ട് തൊട്ടേ അല്ലെങ്കിൽ ആ ഇൻസിഡൻറ്റ് കിടന്നുകൊണ്ട് പൗരത്വത്തിലേക്ക് വരണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ പൂവിടുന്നത് അല്ലെങ്കിൽ മുട്ടിടുന്നത് ആ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ മനസ്സിൽ ചിന്തിച്ചത് കൊണ്ടാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ആദ്യം ഒരു പുരോഹിതന്റെ കാര്യം പറയണം. അപ്പം അങ്ങനെ ഏറ്റവും അധികം പ്രചോദനമായ മാതൃകയായ ആ പുരോഹിതൻ ആരാണ്? അത് ഞാൻ ഇടവരുന്ന ഷാജി തുമ്പച്ചിട്ടുള്ള അച്ഛനാണ് എനിക്കിങ്ങനെ എൻ്റെ ഒരു കാര്യം പറയുന്നത്. ഞാൻ പക്ഷേ അച്ഛൻ എൻ്റെ കൊച്ചാൾ മുതൽ എൻ്റെ ഇടവകയിൽ വന്നിരുന്നത്. എന്നാലും അച്ഛൻ്റെ ആ ഒരു നിർദ്ദേശം, ആ ഒരു എൻ്റെ മകനെ കണ്ട് പറഞ്ഞത്, നീ ഒരു പുരോഹിതനാകണമെന്ന് പറഞ്ഞത് ആ അച്ഛൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് എനിക്ക് ആ ഒരു ചിന്ത മനസ്സിലോട്ട് കയറുന്നവരാനായിട്ട് ഇതായത്. ഈ വല്യമ്മച്ചിയുടെ കാര്യം പറയുകയുണ്ടായി. ഇപ്പം അതുപോലെ തന്നെ ഈ വീട്ടിലെ മാതാപിതാക്കളുടെ വീട്ടിലെ പ്രാർത്ഥനാ സാഹചര്യങ്ങളും ഒക്കെ ഇതിലേക്ക് കടന്നു വരാനായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ചേച്ചി അനിയനാന്ന് പറഞ്ഞു. ഈ നടുക്കത്തെ ആളായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കുസൃതിയും കുറച്ച് കുരുവിരിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓടി നടന്നതെല്ലാം ചെന്നേരം കുരിശ് ഇരിക്കുമ്പോൾ എനിക്ക് പിന്നെ മടിയുമായിരുന്നു, എനിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടത്തില്ല കുരിശ് വരയ്ക്കാനുണ്ട്. അന്നേരം ഞാൻ കുരിശ് ഇരിക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചേച്ചിനെ അതിനെ ഞോണ്ടും, അവരെ പിടിച്ച് അന്ന് ഞോണ്ടുമ്പോൾ അവരെ പിടിച്ച് അടിക്കാനും മാന്താനൊക്കെ വരും. അന്നേരം ഇങ്ങനെ ഉഴപ്പൊന്നുണ്ട്. അമ്മയും പപ്പയും പലപ്പോഴും പറയായിരുന്നു, നിനക്ക് കുരിശ് വരയ്ക്കാൻ താല്പര്യം, എഴുന്നേറ്റ് പൊക്കോടാന്ന് പറയും. പക്ഷേ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും അവരുടെ പ്രാർത്ഥനാ ജീവിതം എന്നെ കുറേ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഉഴപ്പൊന്നുണ്ടെങ്കിലും എന്നാലും പ്രാർത്ഥന അവരുടെ മുമ്പിൽ ഞാൻ ഉഴപ്പൊന്നുണ്ട്, എന്നാലും എനിക്ക് പള്ളിയിൽ പോകാൻ വലിയ താല്പര്യമായിരുന്നു, പ്രാർത്ഥിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അവരുടെ പ്രാർത്ഥനാ ജീവിതം, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പപ്പയുടെ ഒരു ജീവിത സാഹചര്യം, പപ്പ പള്ളിയിലെ കപ്പ്യാരാണ്. അന്നേരം പപ്പയുടെ ആ ഒരു ജീവിത സാഹചര്യം എന്നെപ്പോഴും അല്ലെങ്കിൽ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതവും ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ഹൈസ്കൂൾ സമയത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഓർമ്മ വെച്ച നാൾ മുതൽ പപ്പ അമ്മയും വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിച്ചതിന് ശേഷം പപ്പ പള്ളിയിലേക്ക് പോകുന്നതുമൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടൊക്കെ. അന്നേരം പ്രാർത്ഥനാ ജീവിതം, കുടുംബത്തിലെ പ്രാർത്ഥനാ ജീവിതം എന്നെ നിരവധി നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്.
പിന്നെ വല്യമ്മച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ വല്യമ്മച്ചി 8 മാസം മുമ്പാണ് മരിച്ചു പോയത്. എന്നാലും അമ്മച്ചി കൊച്ചുനാൾ നമുക്ക് എല്ലാവർക്കും, ആൺകുട്ടികളായ നമുക്കെല്ലാം അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒരു വല്യമ്മച്ചി അല്ലെങ്കിൽ വീട്ടിലുള്ള വല്യപ്പച്ചൻ വല്യമ്മച്ചി വലിയ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളാണ്. എൻ്റെ ജീവിതത്തിലും എൻ്റെ വല്യമ്മച്ചി ഒരു വലിയൊരു സ്വാധീനമായിരുന്നു. കാരണം സെമിനാരിൽ പോകുന്ന കാര്യം പറയുമ്പോഴാണെങ്കിലും അമ്മച്ചി ഇൻസിഡൻറ്റ് പറഞ്ഞ വൈദികനെ പറഞ്ഞ ഇൻസിഡൻറ്റ് അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നെങ്കിലും അമ്മച്ചി പലപ്പോഴും എന്നോടൊക്കെ ചോദിക്കുമായിരുന്നു, നിനക്ക് സെമിനാരിൽ പോകാൻ താല്പര്യമുണ്ട്. ഞാൻ പറയും താല്പര്യമുണ്ട്, നിൽക്കട്ടെ, ഒന്ന് ആലോചിക്കാന്നൊക്കെ പറഞ്ഞ്. അന്നേരം വല്യമ്മച്ചി അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും അമ്മച്ചി ഞാനിപ്പോൾ സെമിനാർ ചേർന്ന് കഴിഞ്ഞാണെങ്കിലും വരുമ്പോൾ പറയും, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഉപേക്ഷിച്ച് തിരിച്ചു പോകരുത്, മറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ മുമ്പോട്ട് തന്നെ പോകണം. അങ്ങനെയൊക്കെ ആ വല്യമ്മച്ചിയുടെ സ്വാധീനം അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിലുള്ള എനിക്കൊരു കുറച്ച് പ്രചോദനം തന്നിട്ടുണ്ട്. അതാണ് കുടുംബത്തിലെ പ്രാർത്ഥനാ ജീവിത സാഹചര്യം പറയാനായിട്ട് പറയുന്നത്. 5ാം ക്ലാസ്സിലാണ് ആദ്യമായി ദൈവവിളി സ്വീകരിക്കണം എന്നൊരു ഇത് മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞു. നമുക്കറിയാം പല പിള്ളേരും ചെറുപ്പത്തിൽ ഇങ്ങനെ സിസ്റ്റർ ആവണം, അച്ഛനാവണം എന്നൊക്കെ പറഞ്ഞിട്ട് വലുതാകുമ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് അവർ മാറിപ്പോകും. കാരണം ഇന്നത്തെ തലമുറ ഒരുപാടധികം സുഖ സൗകര്യങ്ങളുള്ളൊരു തലമുറയാണ്. അപ്പോൾ നമ്മൾ ഈ ആത്മീയതയിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പം വലുതാകുമ്പോൾ അതിലേക്ക് കടന്നു വരാനും അതുപോലെ തന്നെ ഈ സെമിനാരി കാലഘട്ടം എന്ന് പറയുന്നതും വളരെ നീണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്തും ഒരുപാടധികം തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത് എന്താണ്? എല്ലാവർക്കും പറഞ്ഞ പോലെ തന്നെ ഇത്ര നാളുകൾ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും ആദ്യം കൊച്ചുനാളിലൊരു ആഗ്രഹം തോന്നും, പിന്നീട് വർഷങ്ങൾ തോറുന്ന നമുക്ക് ചിലപ്പോൾ ആഗ്രഹം കുറഞ്ഞു വരാനുണ്ട്. അതും എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പറയുവാണെങ്കിൽ 5ാം ക്ലാസ് മുതൽ ഇങ്ങനെ ആഗ്രഹം വന്നു. പിന്നെ 6ാം ക്ലാസ്സിൽ ഹൈസ്കൂളിലേക്ക് കടക്കും തോറും അതിനെക്കുറിച്ച് ഒരു ബോധേടല്ലായിരുന്നു. കാരണം പഠിത്തത്തിൻ്റെ സാഹചര്യത്തിലൂടെ പോകുന്ന നേരം ദൈവവിളി എന്താണ് ദൈവവിളി എന്ന് അറിയത്തില്ല, എന്തിലേക്ക് പ്രവേശിക്കണമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും അച്ഛന്മാരെ കാണുന്നുണ്ട്, സിസ്റ്റേഴ്സിനെ കാണുന്നുണ്ട്, അവരുടെ കുറേ മാതൃകകൾ കാണുന്നുണ്ട്, അവരുടെ ജീവിതങ്ങൾ കാണുന്നുണ്ട്. എന്നാലും അതൊക്കെ ഒരു അട്രാക്ഷനായിട്ട് മുമ്പിൽ നിൽപ്പുണ്ട്. എന്നാലും അതിലേക്ക് പ്രവേശിക്കണമെന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകുന്നില്ല, മറിച്ച് അതിങ്ങനെ കാണുന്നതിന് സന്തോഷമുണ്ട്. എന്നാലും അങ്ങനെ 10ാം ക്ലാസ്സിന് ശേഷമാണ്, അതായത് ഞാനിങ്ങനെ വലിയ ചിന്തിക്കുന്നൊന്നുമില്ല വലുതായിട്ട് ദൈവവിളിയിലേക്ക് അല്ലെങ്കിൽ സെമിനാരിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നില്ല. പക്ഷെ അന്നേരം ആ ഒരു സമയത്ത് 10ാം ക്ലാസ്സിലെ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എൻ്റെ വികാരിച്ചനായിരുന്ന ഫിലിപ്പ് കാഞ്ചിക്കൽ എന്ന് പറഞ്ഞ അച്ഛനാണ് വികാരിച്ചനാണ്. അന്നേരം അച്ഛൻ്റെ സമയത്ത് എന്തുകൊണ്ടെന്ന് അറിഞ്ഞില്ല, എൻ്റെ അച്ഛൻ എൻ്റെ ഡയറക്റ്റായിട്ട് ഒരു ദിവസം ചോദിച്ചു, മാട്ടെ നിനക്ക് സെമിനാരിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ വെച്ചാൽ എനിക്ക് കൊച്ചാനുള്ള താല്പര്യമുണ്ട്. അച്ഛൻ്റെ കയ്യിലാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ വന്ന വികാരിച്ചന്മാരെ തുറന്നു പറയുന്നത്. അന്നേരം അച്ഛൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ മാസം വലിയ അവധിക്ക് നിനക്ക് സമ്മർ വെക്കേഷൻ ഒരു ക്യാമ്പുണ്ട് കുറിച്ചി മൈനസ് സെമിനാരിൽ വെച്ചാണ്, അവിടെ പോയി കൂടി നോക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനാണ് എന്നെ ദൈവവിളി ഒരു ദൈവവിളി തിരിച്ചറിയുന്ന ക്യാമ്പിലേക്ക് പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഞാൻ ക്യാമ്പിന് പോയി. ഏകദേശം ഞങ്ങൾ 139 140 അടുത്ത് പിള്ളേർ അവിടെ ക്യാമ്പിനായിട്ട് വന്നു. 10ഉം +2 ഒക്കെ കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞാണ് ദൈവവിളിയിലേക്ക് ക്യാമ്പിന് പോകുന്നത്. അന്നേരം അവിടെ ക്യാമ്പിന് 4 ദിവസത്തെ ക്ലാസ്സുകൾ, അങ്ങനെ ക്ലാസ്സിന് ശേഷം ഒരു സെഷൻ കഴിഞ്ഞിട്ട് അവസാനം റെക്ടറച്ചനെയും 4-5 അച്ഛന്മാരെ സ്പിരിച്വൽ ഫാദേഴ്സിനെ അങ്ങനെ പോയി കണ്ട് അവർ നമുക്ക് ചോദിക്കും അങ്ങനെ വരുന്നവരാണ് ആഗ്രഹം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അന്നേരം ഞാനും സാധാരണ പോലെ എല്ലാ 4 അച്ഛന്മാരുടെ റൂമിലും കയറി എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വീട്ടിൽ സാഹചര്യങ്ങൾ പറഞ്ഞു, ദൈവവിളിയിലേക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വന്ന് ഇതെല്ലാം കഴിഞ്ഞ് വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് പറഞ്ഞു, എനിക്ക് കിട്ടണമെന്ന് ചാൻസ് ഇല്ല. പലരും പറഞ്ഞു എനിക്ക് പ്രവേശനം അല്ലെങ്കിൽ സെമിനാരിലേക്ക് എന്നെ എടുക്കത്തില്ല, അച്ഛന്മാർക്ക് വലിയ താല്പര്യം തോന്നുന്നു. അങ്ങനെ അച്ഛന്മാരെ കണ്ടിട്ട് ശേഷം പറഞ്ഞു. അങ്ങനെ ക്യാമ്പിൻ്റെ അവസാന ദിവസം ഞങ്ങൾക്ക് റെക്ടറച്ചൻ വന്ന് ലിസ്റ്റ് വായിച്ചു, ഇങ്ങനെ ഇതൊക്കെ ഇത്ര പേരാണ് സെലക്ട് ആയിരിക്കുന്നത്. അങ്ങനെ എൻ്റെ പേരും വായിച്ചു. അന്നേരം അങ്ങനെ സെലക്റ്റായി വലിയ സന്തോഷമൊന്നും തോന്നിയില്ലെന്ന്, സന്തോഷം അങ്ങനെ വലിയ ബോധമില്ല അതിനെക്കുറിച്ച്, ദൈവവിളി അല്ലെങ്കിൽ സെമിനാരിൽ പോകണമെന്ന് വലിയ അത്രമാത്രം കമ്മിറ്റഡ് അല്ല. അങ്ങനെ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ വികാരിച്ചൻ്റെ ചെന്ന് പറഞ്ഞു. വികാരിച്ചൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി അച്ഛന്മാർ നിന്നെ വീട്ടിൽ വന്ന് കണ്ടോളും. അങ്ങനെ അതിനുശേഷം കുറച്ച് 1-2 ആഴ്ചയ്ക്ക് ശേഷം അച്ഛന്മാർ വിളിച്ചു. അച്ഛന്മാർ സെമിനാരിലെ റെക്ടറച്ചനും വൈസ് റെക്ടറച്ചനും സുരേഷ് ഫാദറും കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നു. വിശ്വാസോത്സവത്തിൻ്റെ ഇടയ്ക്കായിരുന്നു അച്ഛന്മാർ വരുന്നത്. ഞാൻ വിശ്വാസോത്സവത്തിന് പള്ളിയിൽ ക്ലാസ്സിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റെക്ടറച്ചനും വൈസ് റെക്ടറൻ സെമിനാരിലെ സെമിനാരിലെ അച്ഛന്മാരെല്ലാം കൂടെ എൻ്റെ ഇടവക ദേവാലയത്തിലേക്ക് വന്നു. അവിടെ നിന്ന് എന്നെയും കൂട്ടി വീട്ടിലേക്ക് പോയി വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ എല്ലാം പപ്പയും അമ്മേനെ ഇരുത്തി സംസാരിച്ചു പറഞ്ഞു. അന്നേരം അച്ഛന്മാർ അങ്ങനെ സെലക്ട് ആയിട്ടുള്ള അങ്ങനെയാണെങ്കിൽ ഇത്ര ജൂൺ മാസം 14-ാം തീയതി സെമിനാരിലോട്ട് വന്ന് ചേരണമെന്ന് പറഞ്ഞു. അങ്ങനെ മേടിക്കുന്ന സാധനങ്ങൾ ലിസ്റ്റൊക്കെ തന്നു. എന്നിട്ട് ആ ഒരു 1.5 മാസത്തെ ഒരുക്കമായിരുന്നു എന്നെ കൂടുതലും ചിന്തിപ്പിച്ചത്. അങ്ങനെ സെമിനാരിലേക്ക് പോകുവാണല്ലോ എന്ന് ആ ഒരു സെലക്ഷൻ കിട്ടി. അച്ഛന്മാരെ വീട്ടിൽ വന്നിട്ട് പപ്പയും അമ്മയും കൂടുതൽ പറഞ്ഞു, എടാ നീ ഇപ്പോൾ സെമിനാരിലോട്ട് സെലക്ട് ആയിരിക്കുകയാണ്, അന്നേരം ആ ഒരു പക്വതയൊക്കെ അല്ലെങ്കിൽ ആ ഒരു ജീവിത മാതൃക അല്ലെങ്കിൽ പക്വതയൊക്കെ വേണം. അങ്ങനെയാണ് അതിന് ആ ഒരു 1.5 മാസത്തിനുള്ളിലാണ് ആ ഒരു സെമിനാരിൽ പോകണമെന്ന് പറഞ്ഞൊരു ആ ഒരു ചിന്ത കൂടുതലായിട്ട് മനസ്സിലേക്ക് എൻ്റെ ബുദ്ധിയിലേക്ക് ഞാൻ ആഴത്തിൽ പതിപ്പിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് പിന്നെ ദൈവവിളിയെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു. പിന്നെ
ഈ പറഞ്ഞ പോലെ ഇപ്പം അത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ വളർന്നു വരുമ്പോഴേക്ക് നമ്മുടെ ദൈവവിളി ഉപേക്ഷിച്ച നമുക്ക് പല സാഹചര്യം കാണും. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പല മേഖലയിലും പഠിക്കാൻ പോകുന്ന സമയത്താണേലും വേറെ കുറേ പഠനങ്ങൾ പഠിക്കാൻ പോകണമെന്ന് തോന്നിയിട്ടുണ്ട്. കൂട്ടുകാരന്മാരെല്ലാവരും ഫ്രണ്ട്സിൽ എൻ്റെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ ഞാൻ കൊച്ചിയാളെയും പഠിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഫ്രണ്ട്സൊന്നും എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. ഒരു ഏകദേശം വിരലെണ്ണാവുന്ന 3-4 ഫ്രണ്ട്സ് അങ്ങനെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഉണ്ട്. അന്നേരം അവരും എന്നെ ക്രിസ്ത്യാനായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽപ്പെടുന്ന വ്യക്തികളും ഇതര മതത്തിൽപ്പെടുന്ന കൂട്ടുകാരായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു എനിക്കുള്ളത്. അന്നേരം അവരോടിങ്ങനെ ഞാൻ സെമിനാരിൽ പോകുമെന്ന് പറയുമ്പോൾ അവർക്ക് അത്ഭുതമാണ്. നീ എന്താണ് ഞങ്ങളുടെ സെമിനാരിൽ പോകുന്നത്, നമുക്ക് ജോലിയൊക്കെ ഒരുമിച്ച് ചെയ്യാമല്ലോ എന്നുള്ളത്. എന്നാലും ഞാൻ പറഞ്ഞിട്ട് ഞാനിപ്പോൾ എനിക്കൊരു താല്പര്യം അതാണ്, ഞാനങ്ങനെ പോകാമെന്ന് പറഞ്ഞു. പിന്നെ അവർ യാത്രയൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുക്കൽ പോയിരുന്നു കഴിഞ്ഞിട്ടല്ല അവരെന്നെ കുറച്ച് പോകണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരന്മാരുടെ ഒരു 4-5 പേരുള്ളെങ്കിലും അവരും പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ പോകണമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോഴും ഞാൻ അന്ന് എനിക്ക് അവർ തിരിഞ്ഞു നോക്കണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ 1-1.5 വർഷത്തെ പരിശീലന ശേഷം പല സാഹചര്യങ്ങൾ കടന്നു പോയപ്പോഴേക്കും ഞാൻ പിന്നീട് ചിന്തിച്ചിട്ടുണ്ട്, അവരന്ന് പറഞ്ഞ പോലെ തിരിച്ചു പോകണം അല്ലെങ്കിൽ തിരിച്ച് തന്നെ വിളിച്ച് ജോലിക്കല്ല അല്ലെങ്കിൽ ഒരുമിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ പോലെ അതിലേക്ക് തിരിച്ചു പോകണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. എന്നാലും അവിടെയൊക്കെ ആരൊക്കെയോ പുറകിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ സപ്പോർട്ട് വരുന്നുണ്ട്. ബുദ്ധിമുട്ട് വന്നാലും നീ മുമ്പോട്ട് പോക്കോ, നിൻ്റെ ജീവിത സാഹചര്യം അനുസരിച്ച് എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുക്കാൻ നിന്നെ ആരെങ്കിലും സഹായിക്കുമെന്നുള്ളൊരു ചെറിയൊരു ബോധ്യം അല്ല ചെറിയ ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിലൂടെയാണ് പിന്നെ പല സാഹചര്യം കടന്നപ്പോഴാണ് കുറച്ച് ഒരു ഉറപ്പായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് എന്നെ പ്രാപ്തനാക്കിയിട്ടുള്ളത്. സുഹൃത്തുക്കളുടെ കാര്യം പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു 18 വയസ്സ് തൊട്ടുള്ള ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സമയമാണ്. ഈ സെമിനാരി ജീവിതത്തിലെ ഒരു സുഹൃത്ത് വലയവും, ഞാൻ ഡിഗ്രി പഠിച്ചാൽ ഒരു മൊനാസ്ട്രിയുടെ അടുത്താണ്. അപ്പോൾ എൻ്റെ കൂടെയും എൻ്റെ ക്ലാസ്സിലും കുറേ ബ്രദേഴ്സാണ്. അപ്പം അവരുടെ ആ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു സ്പിരിറ്റും ആ ഒരു ഇതൊക്കെ ഞാൻ കുറേ നേരിട്ടും കണ്ടിട്ടുണ്ട്. അപ്പം ഡീക്കനും അങ്ങനെ സെമിനാരി ജീവിതത്തിലെ അനുഭവങ്ങളും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? സെമിനാരി ജീവിതത്തിലെ അനുഭവങ്ങൾ മിക്കപ്പോഴും അല്ല, എന്ത് ചിന്തിച്ചാലും സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനങ്ങനെ വലുതായിട്ട് ആരും സംസാരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. പറഞ്ഞ പോലെ ഫ്രണ്ട്സ് കുറവുള്ളതുകൊണ്ട് അവരുടെ ഏരിയയിൽ ചുറ്റിപ്പറ്റി നിന്നു. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ വൈഡായിട്ട് ആരെങ്കിലും അങ്ങനെ അടുത്തിടപഴകിയിട്ടില്ല. പിന്നെ സെമിനാറിൽ വരുമ്പോൾ അത് വേറെ ലോകമായിരുന്നു. ബാച്ചിൽ 28-29 ബ്രദേഴ്സും ബാച്ചുകാർ കാണും. അവർ ഒരാൾക്ക് മാത്രമാണ് സംസാരിക്കാൻ പറ്റത്തില്ല. സംസാരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് സംസാരിക്കും. അന്നേരം ആ ഒരു സുഹൃത്ത് വലയം, ആ ഒരു മനസ്സിനാരി രൂപപ്പെട്ട സുഹൃത്ത് വലയമാണ് ഇന്ന് വരെ ജീവിതത്തിൽ ഇപ്പം ഡീക്കനായിട്ട് നിൽക്കുമ്പോഴാണേലും അവർ നൽകിയ സുഹൃത്ത് വലയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സുരക്ഷിതത്വമാണ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് മുൻപോട്ട് പോകാൻ എപ്പോഴും പ്രചോദനമായിരിക്കുന്നത്. കാരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ സെമിനാരി ഒരു ഞങ്ങളൊരു ബ്രദേഴ്സ് വരുമ്പോഴൊരു ഗ്യാങ് ആകുമ്പോഴേക്കും നമ്മൾ സാധാരണ പറയാറുണ്ട്, ആരെങ്കിലുമൊക്കെ ചിരിക്കുന്ന കുറച്ച് 1-2 പേര് അല്ലെങ്കിൽ 3 പേര് ഏത് വിഷമസന്ധികളാണെങ്കിലും ഏത് ദുഃഖത്തിൻ്റെ സമയത്താണ് ആരെങ്കിലുമൊക്കെ ഒരു കൂട്ടം കൂടി ചിരിക്കുവാണെങ്കിൽ അത് ബ്രദേഴ്സ് ആണെന്ന് തമാശയ്ക്ക് പറയും. ആ ഒരു ചിന്ത എപ്പോഴും എനിക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ സംസാരിക്കാത്ത ആളായിരുന്നുകൊണ്ട് ആദ്യ നാളുകളിൽ എന്നെ കൂട്ടുകാരന്മാർ ബാച്ചുകാരെല്ലാവരും ഒരുമിച്ച് വട്ടം ചേർന്ന് എന്നെ ആക്രമിക്കുമെന്ന് പറയുന്നത് അവർ കളിയാക്കുമായിരുന്നു. അങ്ങനെ കളിയാക്കിയതിൻ്റെ ഫലമായിട്ടെങ്കിലും കുറച്ച് മുമ്പോട്ട് വരട്ടെ അല്ലെങ്കിൽ ആ പേടിയൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കളിയാക്കിയിട്ടുള്ളവരാണ്. അങ്ങനെ അവരുടെ സുഹൃത്ത് വലയത്തിലുള്ള കളിയാക്കലും തമാശ പറയലുകളും അങ്ങനെ ഒരുമിച്ചുള്ള കളികൾ അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ കളിക്കുന്നതാണല്ലോ, അങ്ങനെ ആ സമയത്തേക്കുള്ള ഫ്രണ്ട്ഷിപ്പും സൗഹൃദമൊക്കെ എന്നെ കൂടുതൽ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നെ ഈ ദൈവവിളിക്ക് മുമ്പോട്ട് പോകുന്ന ഒരു ചെറിയൊരു സപ്പോർട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പലർക്കും ഒരു ഡൗട്ട് കാണും, ഈ സെമിനാരി പ്രാർത്ഥന പഠനം മാത്രമാണോ എന്നുള്ളത്. അപ്പം ഡീക്കൻ എന്തെങ്കിലും ഇതുപോലെ പലർക്കും ഈ മ്യൂസിക്കിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസിനോടോ സ്പോർട്സിനോടോ ഒക്കെ താല്പര്യമുള്ളവരാണ്. അപ്പം അങ്ങനെ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ സെമിനാരി ജീവിതം അവസരം ഉണ്ടാക്കിയിട്ടുണ്ടോ? വലിയ രീതിയിൽ അങ്ങനെ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. കാരണം സെമിനാരി ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് എല്ലാ ദിവസവും വൈകിട്ട് 4 മണിക്ക് അല്ലെങ്കിൽ 4:30 പ്ലേ ടൈം ഉണ്ട്. 1 മണിക്കൂർ കമ്പൽസറി കളിക്കണം നിർബന്ധമാണ്. അന്നേരം ആദ്യം അങ്ങനെ 10ാം ക്ലാസ് ശേഷം സെമിനാറിലോട്ട് പോകുമ്പോഴേക്കും അങ്ങനെ വലുതായിട്ട് കളിക്കാനൊന്നും പുറത്തുനിന്ന് ഇറങ്ങാത്തതുകൊണ്ട് സെമിനാറിലോട്ട് ആദ്യം ചെന്ന സമയത്ത് കളിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ മടിയായിരുന്നു. പക്ഷേ റെക്ടറച്ചനോ അല്ലെങ്കിൽ വൈസ് റെക്ടറച്ചനോ കറങ്ങി തിരിഞ്ഞ് വന്ന് ആരെങ്കിലും റൂമിലെല്ലാം ഇരിക്കുന്ന കണ്ടാൽ അവർ കുത്തിപ്പൊക്കി വിടും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങനെ ഒരു 1.5 അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച അങ്ങനെ കുത്തിപ്പൊക്കി വിട്ട് പിന്നെ എപ്പോഴും ഞങ്ങൾ ഭയങ്കര ആ ഒരു പ്ലേ ടൈമിന് വേണ്ടിയിട്ടാണ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ആ പ്ലേ ടൈമിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രതീതിയാണ് പിന്നീട് കാലഘട്ടമുണ്ട്. അന്നേരം ആ ഒരു കളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പം ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോഴാണേലും മറ്റു കളി കളിക്കുമ്പോഴാണെങ്കിലും ഇപ്പം വർക്ക് ചെയ്യുമ്പോഴാണേലും അങ്ങനെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മേഴ്സണലാണെങ്കിലും ബാസ്കറ്റ് ബോൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അവിടെയൊക്കെ ആ ഒരു കളിയുടെ ഒരു മനോഭാവം അല്ലെങ്കിൽ കളിക്കണം എന്നുള്ള ചിന്ത കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന പോലെ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം മാത്രമല്ല സെമിനാരിൽ. നമുക്കറിയാം, ഒരു വ്യക്തി പ്രാർത്ഥിക്കണമെങ്കിൽ അവന്
അവൻ സ്പിരിച്വലായിട്ട് മാത്രം വളർന്നാൽ പോരാ, അവൻ ബോഡിലി അല്ലെങ്കിൽ ഒരു ശാരീരികമായിട്ട് കൂടെ വളരണം. എന്നാലേ നമുക്ക് പ്രാർത്ഥന കോൺസെൻട്രേഷൻ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാണ്ട് കൂടുതൽ പറ്റും. അതുകൊണ്ട് സെമിനാരിയുടെ പഠനത്തിൻ്റെ മേഖലയാണെങ്കിലും ജോലിയുടെ മേഖലയാണെങ്കിലും കളിയുടെ മേഖലയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥന സ്പിരിച്വലായിട്ടും കൂടെ വളരാനായിട്ടുള്ള പ്രചോദനമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിച്ചത് കളിക്കുന്ന സമയത്താണേലും പഠിക്കുന്ന സമയത്താണെങ്കിലും മറ്റു വർക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു കിട്ടുന്ന ഒരു പ്രചോദനവും ആ ഒരു കൂട്ടായ്മയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നത്. ഈ സെമിനാരി നമ്മൾ ഈ പൗരോഹിത്യത്തോട് ഓരോ വർഷവും അടുക്കും തോറും ഈ ഒരു ജീവിതത്തിൻ്റെ തീവ്രത കൂടി വരിക. നമ്മളും കൂടുതൽ പൗരോഹിത്യത്തെ പറ്റിയും കൂടുതൽ അറിയുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എയിം എന്താണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു സ്റ്റക്കായി നിന്നിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടോ, ഒരു ചിഹ്നം പറ്റുമോ എന്നൊരു ചോദ്യചിഹ്നം വന്നിട്ട് പക്ഷേ ആ സമയത്തും പിടിച്ചു നിർത്തുന്ന ഒരു ആത്മീയതയും പ്രാർത്ഥനയും കൊണ്ട് അതിനെ മറികടന്ന സാഹചര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? പ്രത്യേകിച്ച് അങ്ങനെ ഇൻസിഡന്റ് ഞാൻ ഓർക്കുന്നില്ല. എന്നാലും ലൂക്കായുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായം 8-ാം വാക്യം, അതായത് പത്രോസിനെ ഈശോ ശിഷ്യനായിട്ട് വിളിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ വഞ്ചിയിൽ നിന്ന് അത്ഭുതം മീൻപിടുത്തുന്ന സമയത്താണ് പത്രോസിനെ ഈശോ വിളിക്കുന്നത്. അന്നേരം 8-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവേ ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമെന്നാണ് പത്രോസ് ഈശോയോട് പറയുന്നത്. എൻ്റെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ദൈവവിളിയെ കൂടുതൽ എനിക്ക് ആഴപ്പെടുന്നത്, അല്ലെങ്കിൽ ദൈവവിളിയെക്കുറിച്ച് കൂടുതൽ നീണ്ടു നിൽക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്ന എൻ്റെ പാവബോധം എനിക്കുണ്ടായിപ്പെടാം. പത്രോസിനുണ്ടായതുപോലെ ഞാൻ പാപിയാണെന്നൊരു ബോധ്യം ഈശോയുടെ ഏറ്റവും വന്നപ്പോഴേക്കും എൻ്റെ ജീവിതത്തിലും പല പാവബോധങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അന്നേരം കുറച്ച് ചില സമയത്ത് നിർത്തി പോകണമെന്ന് ചെന്നപ്പോഴും ഞാൻ പാപിയായിരുന്നുകൊണ്ടാണ് ഈശോനെ വിളിച്ചത്. ആ പാപത്തിൽ ഞാൻ അത് നിലനിൽക്കാൻ ഈശോ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആ പാപമൊക്കെ എന്നെ നിന്ന് മാറ്റിക്കൊണ്ട് മുമ്പോട്ട് കടന്നു പോകുന്നതുകൊണ്ടാണ് എനിക്ക് ദൈവവിളി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ ഒരു പാപബോധം എനിക്ക് ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഈശോ പാപിയാണെങ്കിലും ഈശോനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ ആ പത്രോസിനെ പോലെ എനിക്ക് വന്നുകൊണ്ടാണ്, എനിക്കും മനസ്സിൽ വന്നുകൊണ്ടാണ്, ആ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ ദൈവവിളി പൂർണ്ണമായിട്ട് നിർത്തി പോകണമെന്ന് തോന്നിയിട്ടില്ല. കാരണം ഞാൻ പാപം ചെയ്താൽ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ ശിഷ്യനായിട്ട് വിളിച്ചെങ്കിൽ എന്നെ തമ്പുരാൻ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടുള്ള ചിന്ത എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് എനിക്ക് താല്പര്യം തോന്നിയിട്ടുള്ളത്. ഒരു പുരോഹിതനായിക്കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ട്? എന്തൊക്കെ ഒരു പുരോഹിതൻ എന്നൊരു പൊസിഷൻ ഉപയോഗിച്ച് സമൂഹത്തിൽ അല്ലെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ? ഈ ചോദ്യം പറയുകയാണെങ്കിൽ എൻ്റെ പൗരോഹിത്യത്തിൽ എനിക്കൊരു, നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം കാണും നമ്മളുടെ ജീവിതത്തിൽ. എൻ്റെ ഒരു ലക്ഷ്യമായിട്ട് ഞാൻ എപ്പോഴും മുമ്പിൽ കാണുന്നത് ഈ മാറ്റി നിർത്തപ്പെട്ടവരൊന്ന് കൂട്ടിച്ചേർക്കാനും സങ്കടം അനുഭവിക്കുന്നവർക്ക് സന്തോഷവും പ്രത്യാശയൊക്കെ ഒന്ന് പകർന്നുകൊണ്ട് ഒരു പുറകിൽ നിന്ന് ചെറിയ പുഷ് അവർക്ക് കൊടുത്തിട്ട് അവരെ മുമ്പോട്ട് കൊണ്ടുവരാൻ ഒരു സന്തോഷം നൽകുക, അവർക്ക് പ്രത്യാശ നൽകുക എന്നൊരു ചിന്തയാണ്, ആ ഒരു ലക്ഷ്യമാണ് എനിക്ക് എൻ്റെ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും എനിക്കും ആ ഒരു വിഷയം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പൗരോഹിത്യത്തിലേക്ക് കടന്ന് നടക്കുന്നത്. അതാണ് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ വിഷയമായിട്ട്, അല്ലെങ്കിൽ ഞാൻ പൗരോഹിത്യത്തിൻ്റെ പുരോഹിതനായിട്ട് ഞാൻ ചെയ്യാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. ഈശോയുടെ പിൻഗാമിയാണ് ഓരോ പുരോഹിതനും. അപ്പം ഈശോയുടെ ഒരു, നമ്മൾ വിശുദ്ധ ബൈബിളിലും എല്ലാം ഒരുപാട് ഈശോ ചെയ്ത കാര്യങ്ങളും അത്ഭുത പ്രവർത്തികളും എല്ലാം നമ്മൾ വായിക്കുന്നും അനുഭവിക്കാറുമുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഈശോയുടെ ജീവിതത്തിലെ ഒരു സാഹചര്യം പ്രചോദനമായൊരു കാര്യം പറയാൻ സാധിക്കുമോ? ബൈബിൾ നോക്കുകയാണെങ്കിൽ ഞാൻ കൊച്ചുനാളിലെ മുതൽ എനിക്ക് കൊച്ചുനാൾ മുതൽ ഇന്ന് വരെ എനിക്ക് ഏറ്റവും കൂടുതൽ ബൈബിൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വചനഭാഗം എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായമാണ്. അതായത് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന ഒരു ഇൻസിഡൻ്റാണ് നമ്മൾ വായിക്കുന്നത്. അന്നേരം കൊച്ചുനാളിലെ മുതലെങ്കിൽ ഞാനൊരു 6-ാം ക്ലാസ് മുതൽ ഞാൻ വീട്ടിൽ എല്ലാ ദിവസവും വീട്ടിലെ കുറിച്ച് വരെ ഞാൻ വായിക്കുമായിരുന്നു. അന്നേരം ആ ഒരു വചനഭാഗം മനഃപ്പാടമാണ് ഇപ്പോഴും. അന്നേരം അതിലെ അവസാനത്തെ 10-ാം വാക്യം പറയുന്നത്, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്നൊരു വചനഭാഗമാണ്. അന്നേരം ആ ഒരു വചനഭാഗം എപ്പോഴും ആ ഒരു 1 മുതൽ 10 വരെ വാക്യങ്ങൾ എപ്പോഴും വായിക്കുമെങ്കിലും ഈശോ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നതും അവൻ ആ കടന്നു വരാനുള്ള സാഹചര്യമൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും ഞാൻ മുമ്പിൽ കണ്ടുകൊണ്ടാണ്. അതായത് എൻ്റെ മുമ്പിൽ അതൊക്കെ നടക്കുന്നുണ്ടെന്നൊരു ചിന്ത, അതായത് ഈശോ ആരുടെയും എൻ്റെ മുഖനോട്ടം ഇല്ലാതെ എല്ലാവരുടെയും ഭവനത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അന്നേരം ഞാനും പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും എന്നിലൂടെ ഈശോ എല്ലാവരുടെയും ഭവനത്തിലേക്ക് കടന്നു വരണം. ഈശോ പറയുന്ന പോലെ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. അന്നേരം ആ ഒരു ആർക്കെങ്കിലുമൊക്കെ ജീവിതത്തിൽ കണ്ടുപിടുന്ന ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടവരായിരിക്കാം, ചിലപ്പം സന്തോഷമായിരിക്കാം, അവരുടെ ജീവിതമായിരിക്കാം, ജീവിതം അങ്ങനെ അവർക്ക് നഷ്ടപ്പെട്ട അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്നിലൂടെ ഈശോ വഴി അവർക്ക് നേടിക്കൊടുക്കണമെന്നൊരു ഈശോയുടെ ഒരു സുഹൃത്തായി നിന്നുകൊണ്ട്, ഈശോയുടെ ചേർന്ന് നിന്നുകൊണ്ട് അവർക്കും എന്തെങ്കിലുമൊക്കെ നേടിക്കൊടുക്കണം എന്നുള്ളൊരു ചിന്ത, ആ ഒരു ചിന്തയുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബൈബിൾ ഭാഗം ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം എന്നെ എപ്പോഴും പ്രചോദനമായിട്ട് എൻ്റെ മുമ്പിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഓരോ വിശുദ്ധരുടെയൊക്കെ അസംബ്ലി നടത്തുമ്പോൾ വിശുദ്ധരെ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ വിശുദ്ധരുടെ പുസ്തകം വായിക്കുന്നതിനൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ
ഒരു പുരോഹിതന്റെ ജീവിതത്തിലൂടെ കടന്നു വന്നപ്പോഴത്തെ സന്യാരി ജീവിതത്തിലൂടെ കടന്നു വന്നപ്പോഴും അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും വിശുദ്ധരുണ്ടോ? എനിക്ക് എൻ്റെ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ എനിക്ക് അങ്ങനെ ആദ്യ നാളുകളിൽ അങ്ങനെ വിശുദ്ധരെ കുറിച്ച് അങ്ങനെ വലിയ അറിവൊന്നുമില്ലായിരുന്നു. കാരണം പുസ്തകം വായിക്കുന്ന ആദ്യം താല്പര്യമില്ലായിരുന്നു എനിക്ക്. എന്നാലും എൻ്റെ ഇടവക എന്ന് പറയുന്നത് ചെറുഷ ദേവാലയം, ആര്യാട് ചെറുഷ ദേവാലയം. അന്നേരം ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥ എന്ന് പറയുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയാണ്. അന്നേരം കൊച്ചു ത്രേസ്യനെ കുറിച്ചുള്ള ഒരു ഫോട്ടോ, ഗ്രോട്ടോ എപ്പോഴും കൊച്ചു ത്രേസ്യയുടെ ഫോട്ടോ അവിടെ പള്ളി ദേവാലയത്തിൽ ഇരിക്കുന്നുണ്ടെപ്പോഴും ആ ഒരു കൊച്ചുനാളിലും ഒരു കൊച്ചു ത്രേസ്യയെ കുറിച്ച് ചെറിയൊരു അട്രാക്ഷൻ, ഒരു സ്നേഹം എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നേരം പിന്നീടാണെങ്കിലും സെമിനാറിൽ ചേർന്ന് കഴിഞ്ഞാണ് നവമാലികയാണെങ്കിലും കൊച്ചു ത്രേസ്യനെ കുറിച്ച് മറ്റുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത്. അന്നേരം അത് വായിച്ചതിന് ശേഷം എനിക്ക് കൊച്ചു ത്രേസ്യയോട് കൂടുതൽ അടുപ്പവും കൂടുതൽ കുറച്ചുകൂടെ സ്നേഹിക്കണം അല്ലെങ്കിൽ ഒരു മാധ്യസ്ഥം അപേക്ഷിക്കണം എന്ന ചിന്ത ഉണ്ടായിട്ടുണ്ട്. കാരണം കൊച്ചു ത്രേസ്യയുടെ ജീവിതശൈലി വായിച്ചു വരുമ്പോഴേക്കും കൊച്ചു ത്രേസ്യ പുണ്യവതി മഠത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് തന്നെ വളർന്ന് എല്ലാം ചെയ്തൊരു വ്യക്തിയാകുമ്പോഴും ആണ്. എന്നാലും എനിക്കും നോക്കണം, എൻ്റെ ആദ്യത്തെ കാലഘട്ടം എനിക്ക് പുരോഹിതനായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. അത് പരിശീലനത്തിലാണ്. അന്നേരം പിന്നീട് ദൈവം, കർത്താവ് അല്ലെങ്കിൽ ഈശോ എനിക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ച് തരുമായിരിക്കും. അന്നേരം വിശുദ്ധ കൊച്ചു ത്രേസ്യ ജീവിതം വായിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് കൊച്ചു ത്രേസ്യ മഠത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ വചനം പ്രഘോഷിച്ചൊരു വ്യക്തിയാണ്. അന്നേരം എനിക്കും ചെറിയ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വചനം പ്രഘോഷിക്കാനാണെങ്കിലും ആത്മാക്കൾ നേടാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു ചിന്ത കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിലൂടെ വായിച്ചതുവരെയായിട്ട് എനിക്ക് ഒരു കുറച്ച് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ പുരോഹിതരും സന്യസ്തരും ഒക്കെ ഇപ്പോൾ ഒരുപാടധികം എതിർപ്പുകൾ അല്ലെങ്കിൽ വിവാദങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളതെല്ലാം എടുത്ത് പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ സഭയുടെ വിശ്വാസം തന്നെ ഒരു ചോദ്യചിഹ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൗരോഹിത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് അതിനെപ്പറ്റി ഷെയർ ചെയ്യാനുള്ളത്? വിവാദങ്ങൾ എന്ന് പറയുമ്പോഴാണെങ്കിലും നമുക്കറിയാം, ജീവിതം ഏത് ദൈവം സ്വീകരിച്ചാലും അതിൻ്റെ പോരായ്മകളും ഉണ്ട്, മഹനീയതയുണ്ട്. ഇപ്പം കുടുംബജീവിതമാണെങ്കിലും കുടുംബത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് എല്ലാ സങ്കടങ്ങളുണ്ടായാലും സന്തോഷങ്ങളുണ്ടായാലും ബാലൻസ് ചെയ്ത് പോയില്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം തകർച്ചയിലാകും. പൗരോഹിത്യമാണെങ്കിലും സന്യാസമാണെങ്കിലും അവിടെ മറ്റുള്ളവർ കയറുന്ന കൂടുതലും, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹത്തിലൂടെ അവരെ നോക്കി കാണുമ്പോഴേക്കും മറ്റുള്ളവർക്ക് നമ്മൾ ആക്രമിക്കാനുള്ള കുറച്ചുകൂടെ പ്രചോദനം ഉണ്ടാകും. ഈ പൗരോഹിത്യമാണെങ്കിലും സന്യാസമാണെങ്കിലും ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ സ്നേഹത്തിൽ നമ്മൾ ജയിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ അവർ നമ്മുടെ സ്നേഹത്തിൽ നമ്മൾ ജയിച്ചിരിക്കുമ്പോഴേക്കും ആ സ്നേഹത്തിൽ അവർ തോറ്റു പോകും. അതുകൊണ്ടാണ് അവർക്ക് നമ്മൾ ആക്രമിക്കാൻ തോന്നുന്നത്. അതുകൊണ്ട് പൗരോഹിത്യത്തിലാണെങ്കിലും സന്യാസത്തിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണെങ്കിലും നമ്മൾ ആക്രമിക്കുമ്പോൾ എനിക്കങ്ങനെ വലിയ വിഷമങ്ങൾ തോന്നാറുന്നില്ല. അങ്ങനെയല്ല, എന്നാലും എനിക്കൊരു ചെറിയ സന്തോഷം തോന്നും. കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹം അവർക്ക് പിന്നീടെങ്കിലും മനസ്സിലായി. നമുക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ തിരിച്ചൊന്നും പറയാതെ നിൽക്കുന്നത്. എന്നാലും പറയേണ്ട സമയത്ത് നമ്മൾ തിരിച്ച് പറയാറുമുണ്ട്. അന്നേരം അത് സ്നേഹത്തിലൂടെ മാത്രം പറയുന്നത്. പക്ഷേ ആ സ്നേഹം മറ്റുള്ളവർ മനസ്സിലാകാത്തതുകൊണ്ടാണ് അവർ പിന്നീട് ആക്രമിക്കുന്നത്. അതുകൊണ്ട് പൗരോഹിത്യത്തിലാണ് സന്യാസത്തിലാണെങ്കിലും ഏത് ജീവിതാന്തസ്സിലാണെങ്കിലും ആക്രമണങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാലും അവിടെയൊക്കെ നമ്മുടെ സ്നേഹം നമ്മൾ കുറച്ചെങ്കിലും അവശേഷിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു മാതൃകയാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ നിർബന്ധമില്ല. എനിക്ക് നോക്കിക്കാണുമ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ഒരു ബോധേഡാകാറില്ല. എന്നാലും അങ്ങനെ ബുദ്ധിമുട്ടുള്ള അങ്ങനെ പൗരോഹിത്യത്തെക്കുറിച്ചോ സന്യാസത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നാലും കൂടുതലായിട്ട് പ്രതികരിക്കാൻ ഞാൻ പോകാറില്ല. അങ്ങനെ ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു ശ്രദ്ധേയമായൊരു കോട്ടുണ്ട്, പ്രാർത്ഥനയാണ് ഒരു പുരോഹിതനെ സൃഷ്ടിക്കുന്നത് എന്നുള്ളത്. അപ്പം പ്രാർത്ഥനയില്ലാതെ ഒരു പുരോഹിതനായി മാറില്ല എന്നാണ് അതിൻ്റെ ആശയം. അപ്പം അതിനെപ്പറ്റി എന്താണ് പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒരു കാര്യങ്ങൾ ഒന്ന് വിവരിക്കാമോ? ഞാൻ ഏകദേശം 7ാം ക്ലാസ്സിലൂടെ ആ സമയത്ത് ഇങ്ങനെ അൽത്താരപാലനായി, 5ാം ക്ലാസ്സിൽ അൽത്താരപാലനായി. 7ാം ക്ലാസ്സിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 7ാം ക്ലാസ് വരെ എല്ലാ ദിവസവും മുടങ്ങാതെ ദേവാലയത്തിൽ പോകുമായിരുന്നു. അങ്ങനെ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ പള്ളിയിലെ ദേവാലയ ശുശ്രൂഷ മാറിപ്പോവുകയാണ്. അന്നേരം അതിന് പകരമായിട്ട് ആരും ഇല്ലാത്ത സമയത്ത് ഞാനിപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതിൻ്റെ അത് കാണുന്നതുകൊണ്ട് വികാരിച്ചൻ എൻ്റെ അടുക്കലും എൻ്റെ പപ്പയുടെ അടുക്കലും വന്ന് പറഞ്ഞു, ഇങ്ങനെ ദേവാലയ ശുശ്രൂഷയായിട്ട് കയറാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അന്നേരം ഞാൻ കൊച്ചായിരുന്നതുകൊണ്ട് പക്വതയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനെ എന്നെ ദേവാലയ ശുശ്രൂഷ നിർത്താൻ പറ്റത്തില്ല. എന്നാലും ഞാനും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസം പള്ളി വന്നാൽ പപ്പായ്ക്കും കൂടെ അതിലേക്ക് കടന്നു വരാൻ സാധിക്കുമെന്ന് വെച്ച് വിചാരിച്ചൻ പപ്പയുടെ വന്ന് ചോദിക്കുന്നു. അങ്ങനെ പപ്പായും ഞാനും കൂടെ പിന്നീട് സെമിനാരിൽ കയറുന്ന വരെ, എല്ലാ ദിവസം 10ാം ക്ലാസ് വരെ എല്ലാ ദിവസം വെളുപ്പിനെ പള്ളി മുടങ്ങാതെ പോകുമായിരുന്നു. അത് പോകുന്നതെന്ന് പറയുന്നൊരു തമാശയിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു പ്രചോദനം ഇപ്പോഴും ഉണ്ട്. അതായത് 4 കിലോമീറ്റർ വീട്ടിൽ നിന്ന് ദേവാലയത്തിലുണ്ട്. അന്നേരം വെളുപ്പിനെ 5:30 അല്ല 5 മണി കഴിയുമ്പോഴേക്കും സൈക്കിൾ ഇങ്ങനെ പപ്പയുടെ കൂടെ സൈക്കിൾ പുറകിരുന്ന് 4 കിലോമീറ്റർ പപ്പ എന്നെ ചവിട്ടിക്കൊണ്ട് സൈക്കിൾ ചവിട്ടി ദേവാലയത്തിലോട്ട് പോകുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. ശേഷം മടങ്ങി വന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന് സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൽ രൂപപ്പെട്ട് കിട്ടിയതാണ്. അതുകൊണ്ട്
അന്ന് കൊച്ചുനാളിലെ സെമിനാരി കയറുന്നതിന് മുമ്പുള്ള ആ ഒരു ദേവാലയത്തെ കൂടുതൽ അടുത്ത് നിൽക്കുന്നതും ദേവാലയ ശുശ്രൂഷയായി നിൽക്കുന്നതും അവിടെയൊക്കെ പ്രാർത്ഥന ചെയ്ത് നോക്കുകയാണെങ്കിൽ വലിയ നമുക്ക് കുർബാനയ്ക്ക് കയറുന്നു എല്ലാം പ്രാർത്ഥിക്കുന്നു, പക്ഷെ എന്നാലും ഒരു ഡീപ്പായിട്ടുള്ള ഒരു അത്രയ്ക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള പ്രാർത്ഥന നമ്മൾ നടത്തുന്നില്ല. പിന്നീട് സെമിനാരിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ ഒരു പ്രാർത്ഥനാ ജീവിതം വേണം, ഒരു സ്പിരിച്വാലിറ്റി വേണം എന്നുള്ള ചിന്തയിലൂടെ കൂടുതൽ സമയം പ്രാർത്ഥിക്കും. വിശുദ്ധ കുർബാന അത്രമാത്രം ശ്രദ്ധയോടുകൂടി ആ ഒരു അർത്ഥമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നു. പിന്നെ പേഴ്സണൽ പ്രെയർ ആണെങ്കിലും സെമിനാരി കയറി കഴിഞ്ഞ് നമുക്ക് അന്നത്തെ ഒരു ഇതനുസരിച്ച് റെക്ടറച്ചന്മാർ നമ്മുടെ കോൺഫറൻസിനൊക്കെ റൂമിലൊരു വിളിച്ചൊന്ന് ചോദിക്കും, നിങ്ങൾ പേഴ്സണൽ പ്രെയർ സമയത്ത് അരമണിക്കൂറൊക്കെ എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം എങ്ങനെയാണല്ലോ അവരുടെയൊക്കെ പറയണം അരമണിക്കൂർ എടുക്കുന്നുണ്ട്. അന്നേരം ആദ്യമൊക്കെ പറയും അരമണിക്കൂർ എടുക്കുന്നുണ്ടെന്ന് പറയും. പിന്നീട് നമുക്കൊരു ചെറിയൊരു മനസാക്ഷിത്വം ഒന്നും നമ്മൾ പറയും കള്ളത്തിനും പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അരമണിക്കൂർ എങ്ങനെയാണ് പേഴ്സണൽ പ്രെയർ എടുത്തേക്കാന്ന് പറഞ്ഞു. പിന്നെ ലലിയ അല്ലെങ്കിൽ രാത്രിയിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അരമണിക്കൂറൊക്കെ ഇരുന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കും. ആ ഒരു മനസ്സിനായിരുന്നു കിട്ടിയ ആ ഒരു പേഴ്സണൽ പ്രെയറിൻ്റെ ലൈഫ് ഇന്ന് വരെ കാത്തുസൂക്ഷിക്കേണ്ട. അതായത് അരമണിക്കൂർ ശേഷം ലലിയ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥനയിൽ ചിലവഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം അവധിക്ക് ഇപ്പം നാട്ടിൽ വന്ന ശേഷമാണെങ്കിലും പല പല ഉത്തരവാദിത്തം പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും കിട്ടുന്ന സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്തായിരിക്കും, ചിലപ്പോൾ കൊന്തയിലും. പിന്നെ പറഞ്ഞ പോലെ ഞങ്ങളുടെ നിർണയ സെമിനാരി ഞങ്ങൾക്ക് ഒരു വർഷം പരിശീലനം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടിക്കലച്ചനായിരുന്നു ഞങ്ങൾക്ക് സ്പിരിച്വൽ ഫാദറായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അച്ഛൻ ഞങ്ങളുടെയൊക്കെ പറയും എപ്പോഴും പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് ഒരു സുഹൃത്തെ പോലെ നടക്കണമെന്ന് പറയും. അന്നേരം ആദ്യമൊക്കെ ഞങ്ങളിങ്ങനെ അവിടെ കൂടി ബ്രദേഴ്സ് എല്ലാവരും കൂടി ഒരു തമാശയ്ക്ക് പറയും, ഇപ്പം തുണിയിലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പരിശുദ്ധം പറയുമ്പോൾ എളുപ്പം വെളുക്കൂടാന്ന് പറയും, തുണിയൊക്കെ എളുപ്പം വെളുക്കാണ്ട് പരിശുദ്ധം പരിശുദ്ധം പറഞ്ഞാൽ എന്ന് പറയും. ഇപ്പം നടക്കാത്ത എന്തെങ്കിലും വിഷമം തന്നെ പരിശുദ്ധം ആരെങ്കിലും പറയും തള്ളിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ തമാശയ്ക്ക് പറയുമെങ്കിലും അതൊക്കെ ആ ഒരു ചെറിയ സുഹൃദൈവത്തിന് പോലും ആണെങ്കിലും ആ ഒരു അത്രമാത്രം പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു ശക്തി ഉണ്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പോൾ കൊന്തയില്ലും അല്ലെങ്കിൽ പരിശുദ്ധം പരിശുദ്ധം ഉരുവിടും. അങ്ങനെ കിട്ടുന്ന സമയങ്ങളെല്ലാം അത്രമാത്രം സമയമെടുത്ത് സെമിനാരിയിലെ പോലെ ആ ഒരു അരമണിക്കൂറൊന്നും തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഒക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. വീട്ടുകാർ ഈ ഒരു സെമിനാരിയിൽ ചേരുന്ന കാര്യത്തിന് ഭയങ്കര സപ്പോർട്ടീവായിട്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം കുറേ പേര് പലരും പല സാഹചര്യങ്ങളിൽ നിന്നായിരിക്കുമല്ലോ വരുന്നത്. ഇപ്പം എൻ്റെ ഒക്കെ ഇടവകയിൽ തന്നെ ചിലപ്പം അച്ഛനാണോ സിസ്റ്റർ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പം മാതാപിതാക്കൾ ചിലപ്പോൾ ഒറ്റ മോനല്ലേ ഒറ്റ മോളല്ലേ എന്ന് വിചാരിച്ചോ പോകണ്ട, അധികം അതിനൊരു സപ്പോർട്ടീവ് ഒരു പ്രോത്സാഹനം നൽകാത്തതായിട്ട് ചിലപ്പം കാണാറുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം സെമിനാരിലായിരുന്നപ്പോഴും മറ്റു ബ്രദേഴ്സ് ആണെങ്കിലും പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ കാണുമല്ലോ. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഈ വീട്ടുകാരുടെ? ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് എൻ്റെ ബാച്ചിലിപ്പം പറയുന്ന ഡീക്കന്മാരാണെങ്കിലും 1-2 പേരുടെ വീട്ടിൽ ഒറ്റ പുത്രന്മാരും അല്ലെങ്കിൽ 2 സഹോദരിമാരും ഒരു പുത്രനൊക്കെ ഉള്ളവരാണ്. അന്നേരം അവരും അവരുടെ വീട്ടിൽ നിന്ന് അങ്ങനെ നെഗറ്റീവ് അല്ലെങ്കിൽ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവർക്കെപ്പോഴും അവരുടെ വീട്ടുകാരെ ഞങ്ങളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഞങ്ങളെയും കൂടെ ഒരു മക്കളായിട്ട് കണ്ടുകൊണ്ട് അവർ ബാച്ചുകാരാണല്ലോ, അതുകൊണ്ട് അത്രയും സന്തോഷത്തോടെ ഞങ്ങളോടും പെരുമാറുന്നത്. അന്നേരം പറയും അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അവർ ഷെയർ ചെയ്യാറുണ്ട്. അന്നേരം ആ ഒരു ഒറ്റ മോനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് അങ്ങനെ മാതാപിതാക്കൾ അങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഈ മക്കൾക്ക് തന്നെ ഒരു നിരുത്സാഹം എപ്പോഴും ഉണ്ടാകാറുണ്ട്. അവർക്കിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ ആണെങ്കിലും മറ്റ് സ്വാധീനം ഉള്ളതുകൊണ്ടാണെങ്കിലും അവർക്കൊരു കാരണമായിട്ട് അവരെടുത്തിരിക്കുകയാണ്. ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ, ഞാൻ പോയ അപ്പനൊന്നും ഒറ്റയ്ക്കാവും. അവർ മാതാപിതാക്കൾക്ക് കൂടുതൽ ഇഷ്ടമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ദൈവവിളി എന്ന് പറയുന്നത് അത്രമാത്രം ഒരു പ്രാധാന്യമുള്ളൊരു വസ്തുതയായതുകൊണ്ട് മാതാപിതാക്കൾക്ക് താല്പര്യം കാണും. പക്ഷെ എന്നാലും മക്കൾ എന്തെങ്കിലും ചെറിയ ന്യായീകരണങ്ങൾ മൂലം അവർ ദൈവവിളിയിൽ കടന്നു വരാത്തതാണ്. അതുകൊണ്ട് ആ ഒരു പറഞ്ഞ പോലെ തന്നെ മാതാപിതാക്കളുടെ ഇത് സ്വാധീനമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അവർ നെഗറ്റീവായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്നതുകൊണ്ട് ഒരിക്കലും ദൈവങ്ങളിലേക്ക് കടന്നു വരാൻ ഇപ്പോൾ വരുന്നില്ല എന്ന് പറയാൻ സാധിക്കത്തില്ല. ഈ സെമിനാരിയിൽ ചേർന്ന സമയം തൊട്ട് ഇത്ര പേര് ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് വൈദികർ ബ്രദേഴ്സ് കാണുമല്ലോ. അപ്പം ഇപ്പം ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് അവരെല്ലാവരും തന്നെ ഈ പാതയിൽ തന്നെയാണോ, അതോ എന്തെങ്കിലുമൊക്കെ ഈ സമൂഹത്തിൻ്റെതായ സാഹചര്യങ്ങൾ കൊണ്ട് അതിൽ നിന്ന് മാറിപ്പോകേണ്ടതായിട്ട് വന്നിട്ടുള്ളവരും ഉണ്ടോ? ഞങ്ങളുടെ ബാച്ചിൻ്റെ കാര്യം പറയാൻ ഇപ്പോൾ ഞങ്ങൾ 15 ഡീക്കന്മാരാണ് ഉള്ളത്. എന്നാൽ ഈ 15 പേരെന്ന് പറയുന്നത് പല വർഷങ്ങളിൽ പല ബാച്ചുകളിൽ നിന്ന് കൂടിക്കലർന്ന് വന്നവരാണ്. തീർത്തും പറയുകയാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ സെമിനാരി ചെയ്തു. അന്നേരം 10ാം ക്ലാസ് കഴിഞ്ഞ് ചെന്ന്, അതായത് 10ാം ക്ലാസ് പൂർത്തിയാക്കിയിട്ട് സെമിനാരിലേക്ക് പ്രവേശനം ലഭിച്ച് ഞങ്ങൾ അന്ന് 2013 സെമിനാരി പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ 26 പേരായിരുന്നു 10ാം ക്ലാസ്സിൽ ചേർന്നു. അന്നേരം പക്ഷേ ഇന്ന് ഈ ഡീക്കന്മാരായിരിക്കുമ്പോഴേക്കും ആ 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നിരുന്ന 26 പേരിൽ ഞങ്ങൾ 3 പേര് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി 13 പേരും +2 കഴിഞ്ഞ് വന്നവരും ഡിഗ്രി കഴിഞ്ഞ് വന്നവരും ഞങ്ങളുടെ ബാച്ചിലേക്ക് വന്ന് കൂടി കലർന്നവരാണ്. അന്നേരം ആ ഒരു ഞങ്ങൾ 3 പേര് ഇപ്പോൾ ഡീക്കന്മാരായി, 26 പേരിൽ 3 പേരെ ഡീക്കന്മാരായിട്ടുള്ളെങ്കിലും ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ സീനിയറായിട്ടുണ്ടായിരുന്ന പ്രദേശത്ത് പച്ചന്മാരായവർ കാണുമ്പോഴേക്കും ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞാനും ബാക്കി 2 പേരും കൂടെ പറയും, നിങ്ങൾ 3 പേരും ഉള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു
സന്തോഷമല്ല, അവർക്കൊരു ക്യൂരിയോസിറ്റിയാണ്. നമ്മളിപ്പോഴും 3 പേര് ഉള്ളല്ലോ, അല്ലെങ്കിൽ 3 പേർക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടെന്ന് അവർക്കൊരു ക്യൂരിയോസിറ്റിയാണ്. പൗരോഹിത്യത്തിൽ തന്നെ നമുക്ക് പല സന്യാസ സഭകളിലേക്ക് പോകാം, അല്ലെങ്കിൽ പല ചോയ്സിലേക്ക് നമുക്ക് നമ്മുടെ പ്രവർത്തനത്തെ മാറ്റാം. അപ്പം എന്തുകൊണ്ടാണ് ഇടവകപ്പട്ടം സ്വീകരിക്കണം എന്നൊരു ആശയത്തിലേക്ക് വന്നതും അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കാരണമായതും എന്തുകൊണ്ടാണ്? ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ തുടക്കമായിട്ട് പറയുകയാണെങ്കിൽ, ഞങ്ങളിപ്പോൾ മൈനസ് സെമിനാരിൽ ക്യാമ്പിന് കയറുന്നു. അന്നേരം ക്യാമ്പിന് ചെന്നപ്പോഴേക്കും അച്ഛന്മാരിങ്ങനെ, ഞങ്ങൾ 140ഓളം പേര് ബ്രദേഴ്സല്ല കുട്ടികൾ വന്നു. അന്നേരം ഈ അച്ഛന്മാരെ കാണുന്ന സമയത്ത് അവർ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അതായത് നിങ്ങൾക്ക് ഇടവപ്പട്ടത്തിലോട്ട് വരാനാണോ അല്ലെങ്കിൽ മിഷൻ കേന്ദ്ര പ്രദേശങ്ങളിലോട്ട് പോകണോ താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് വലിയ തിരിച്ചറിയുന്നതിൽ വലിയ ഐഡിയ ഇല്ല ഒന്നിനെക്കുറിച്ച്. അതുകൊണ്ട് അച്ഛന്മാർ പറയുമ്പോൾ നമ്മൾ പറയും അച്ഛാ ഇടവപ്പട്ടത്തിന് നമ്മൾ കണ്ടിട്ട് ഇടവക വന്ന് സേവനം ചെയ്യുന്ന രൂപയിലുള്ള അച്ഛന്മാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് പറയും അച്ഛാ ഇടവക പട്ടത്തിന് ചേരാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദറായിരുന്ന മൈനസ് സെമിനാരിലെ സ്പിരിച്വൽ ഫാദറായിരുന്ന കോക്കാട്ടച്ചൻ ഇറ്റാവ മിഷൻ്റെയൊക്കെ സ്ഥാപന ഒരു വ്യക്തിയായിരുന്നു സ്ഥാപകരിൽ. കോക്കാട്ടച്ചനൊക്കെ പിന്നീട് ഞങ്ങളിപ്പം രൂപതയ്ക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് 1-2 വർഷം അച്ഛൻ അവിടെ ഉണ്ടായിരുന്നപ്പം അച്ഛൻ സ്പിരിച്വൽ ഫാദറായിട്ട് ഞങ്ങൾ സ്പിരിച്വൽ ഫാദറായിട്ട് അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ അച്ഛൻ ചോദിക്കും ഇറ്റാവിലേക്ക് വരാൻ താല്പര്യമുണ്ട്, ഏത് സമയം പറഞ്ഞാൽ മതി, ഇറ്റാവിലേക്ക് പോകാം. അങ്ങനെയൊക്കെ അച്ഛനോട് കൂടെ കൂടുതലൊക്കെ ഇടപെട്ടതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ഇടവപ്പെട്ടമല്ലാതെ നമുക്ക് മിഷൻ കേന്ദ്രങ്ങളുണ്ട്, അല്ലെങ്കിൽ പല കോൺഗ്രിഗേഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് പല അവരുടെ അനുഭവവും അവർ ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചാണ്. എന്നാലും ഇന്ന് നോക്കുമ്പോഴാണേലും ആ ഒരു ഇടവപ്പട്ടത്തിലേക്ക് എന്നെ സ്വാധീനിച്ച, അല്ലെങ്കിൽ പറയാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വലിയ തുടക്ക നാളുകളിൽ വലിയ ഐഡിയ ഒന്നുമില്ല ഏതാണ് ഇടവപ്പട്ടം, ഏതാണ് മിഷൻ കോൺഗ്രിഗേഷനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് മിഷൻ പ്രദേശത്തിനുള്ള പട്ടം എന്നൊക്കെ, അതായത് അങ്ങനെയുള്ളത്. പക്ഷെ എന്നാലും പിന്നീട് അച്ഛന്മാരുടെ രൂപയിൽ ഒരുമിച്ചുള്ള അച്ഛന്മാരുടെ ഒരുമിച്ച് അവർ സേവനം ചെയ്യുന്നതാണേലും അവരുടെ സൗഹൃദവും, അല്ലെങ്കിൽ അവരുടെ പല മേഖലകൾ അവർ തന്നെ കണ്ടെത്തി അവർ തന്നെ ശുശ്രൂഷ മേഖല ആക്കുന്നതും, പക്ഷേ മിഷൻ കേന്ദ്രങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നമ്മുടെ ഇവിടെ ചില ഇടവുകളിൽ പല വികാരിച്ചന്മാരും പല അച്ഛന്മാരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അന്നേരം ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് മിഷൻ പ്രദേശങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ഇടവകയിലായാലും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു മാതൃകൾ കണ്ടുകൊണ്ട് തന്നെ ഇടവപ്പട്ടത്തിന് തന്നെ നിലനിൽക്കൊള്ളാം. എന്നാലും മിഷൻ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ താല്പര്യമാണ്. കാരണം ഞാൻ സെമിനാരി കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് സെമിനാരിലെ തിയോളജി പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചയോളം കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും മിഷൻ കേന്ദ്രങ്ങളിൽ പോയി അവിടെ വിസിറ്റ് ചെയ്ത് അവരെ സഹായിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കണം. അന്നേരം ഞങ്ങൾ സാംഗ്ലി മിഷനിലൊക്കെയാണ് മഹാരാഷ്ട്രയിൽ. അന്നേരം അവിടെയൊക്കെ ആണെങ്കിലും ആ ഒരു മിഷൻ കേന്ദ്രങ്ങൾ കൂടുതൽ അടുത്തറിഞ്ഞപ്പോഴാണെങ്കിലും നമുക്ക് മിഷനും കൂടെ ഇപ്പം ഇടവപ്പട്ടമാണെങ്കിലും ഒരു ചോയ്സായിട്ട് നമുക്ക് പിന്നീടാണെങ്കിലും കുറച്ച് വർഷങ്ങൾ അവിടെ പോയി വർക്ക് ചെയ്യുന്നതിന് തടസ്സങ്ങളില്ലാത്തതുകൊണ്ട് അവിടേക്ക് പോകാനുള്ള താല്പര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പലർക്കും ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അഭിനന്ദ പിതാക്കന്മാർ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇടവപ്പട്ടമാണെങ്കിലും നമുക്ക് മിഷൻ കേന്ദ്രങ്ങളിൽ പോയി വർക്ക് ചെയ്യാനുള്ള സംഘടന ഞങ്ങളെപ്പോഴും ആ ഒരു മെൻറ്റാലിറ്റി ഞങ്ങളിപ്പോഴും രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെ വൈദിക ശുശ്രൂഷ ചെയ്യാനാണെങ്കിൽ നമുക്കങ്ങനെ താല്പര്യം ഇന്ന് പറയാൻ പറ്റത്തില്ല. ഒരു പുരോഹിതനായിക്കഴിഞ്ഞ് നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുന്ന പ്രവർത്തനേക്കാൾ ഉപരിയായി ദൈവം മറ്റൊരു രീതിയിലേക്കായിരിക്കും ചിലപ്പോൾ നമ്മളെ ഉപയോഗിക്കുന്നത്, നമ്മളെ വഴി നടത്തുന്നത്. അതിനെപ്പറ്റി ഡീക്കൻ എന്താണ് പറയാനുള്ളത്? ദൈവം നമ്മളെ വഴി നടത്തും. അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി, നമ്മളെക്കാട്ടിയും ഉയർന്ന പദ്ധതിയായിരിക്കും ദൈവം തീരുമാനിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ചെറിയൊരു കഥ എനിക്കെപ്പോഴും എപ്പോഴും പ്രചോദനമായിട്ട് ഇപ്പോൾ ഉണ്ട്. കഥ ഇപ്രകാരമാണ്. ഒരു കാട്ടിൽ 3 വൃക്ഷങ്ങൾ അല്ലെങ്കിൽ 3 മരങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അന്നേരം അതിലൊന്നാമത്തെ മരത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് വലിയൊരു രാജകൊട്ടാരത്തിലെ ഒരു പിള്ളത്തൊട്ടിലായിട്ട് അല്ല തൊട്ടിലായിട്ട് മാറ്റപ്പെടണമെന്നുള്ള ചിന്തയായിരുന്നു. രണ്ടാമത്തെ മരത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അതിനെ ഒരു വലിയ നിധികൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ രത്നങ്ങൾ കൊണ്ടുപോകുന്ന വലിയൊരു കപ്പലായിട്ട് അതിനെ മാറ്റണമെന്നൊരു ചിന്തയായിരുന്നു. മൂന്നാമത്തെ മരത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന മലയിൽ സ്വർഗത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സൂചിയായിട്ട് അല്ലെങ്കിൽ സൂചകമായിട്ട് നിൽക്കണമെന്നൊരു താല്പര്യമായിരുന്നു. പക്ഷെ എന്നാലും ഒരു ദിവസം ഈ കാട്ടിലേക്ക് ഒരു മരം വെട്ടുകാരൻ കടന്നു വരുന്നു. ഒന്നാമത്തെ മരത്തിനെ വെട്ടിയിട്ട് മരം വെട്ടുകാർ പറയും നമുക്കിതിനെ വെട്ടിയെടുത്തൊരു കാലിത്തൊഴുത്തുണ്ടാകാമെന്ന് പറയുന്നു. പക്ഷേ ഈ വൃക്ഷം പറയുന്നു എനിക്ക് കാലിത്തൊഴുത്താകാനല്ല, മറിച്ച് ഒരു വലിയ കൊട്ടാരത്തിലെ ഒരു തൊട്ടിലാകാൻ ആഗ്രഹമെന്ന് പറയുന്നു. പക്ഷേ മരം വെട്ടുകാർ അത് കാലിത്തൊഴുത്ത് പണിത് ആ കാലിത്തൊഴുത്തിലാണ് ഈശോ വന്ന് ജനിക്കുന്നത്. ഈ രണ്ടാമത്തെ മരത്തിൻ്റെ കാര്യം അത് പറയുന്നത് ഒരു വലിയ രത്നങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കപ്പലാണെന്ന്. പക്ഷേ ഈ മരം വെട്ടുകാർ ആ ഒരു മരത്തെ വെട്ടിയിട്ട് ഒരു വലിയ ഒരു മീൻ പിടിക്കുന്ന വഞ്ചിയാക്കുകയാണ് അതിന്. അന്നേരം ആ വഞ്ചിയിൽ നിന്നാണ് ഈശോ പത്രോസിനെ വിളിക്കുന്നതും ഈശോ സുവിശേഷം പ്രസംഗിക്കുന്നതും. മൂന്നാമത്തെ മരത്തിനെ വെട്ടിയിട്ട് അവർ ഒരു കുരിശുണ്ടാക്കുകയാണ്. ആ കുരിശിലാണ്. പക്ഷെ ആ മരത്തിന് ആഗ്രഹം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് ചൂണ്ടുപോലെയായിട്ട് നിൽക്കണം. പക്ഷേ ആ വൃക്ഷം വെട്ടിയിട്ട് അവർ ഒരു കുരിശ് നിർമ്മിക്കുമ്പോൾ ആ കുരിശിലാണ് ഈശോയെ അവർ ക്രൂശിലേറ്റുന്നത്. ഇതൊക്കെയാണെങ്കിലും എൻ്റെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കും ഒരു ബോധ്യം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ തീരുമാനിച്ചാലും തമ്പുരാൻ അല്ലെങ്കിൽ ഈശോയ്ക്ക്
നമ്മളെക്കുറിച്ച് നമ്മളെക്കാട്ട് ഉയർന്നൊരു വലിയൊരു പദ്ധതി കാണും. അതുകൊണ്ട് തമ്പുരാൻ വിളിച്ചെങ്കിൽ ഞാനല്ല, നമ്മൾ ഈശോയോട് ഒരു കീഴ്പ്പെട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഈശോ ഒരു തമ്പുരാൻ്റെ കൃപയാണല്ലോ. അതുകൊണ്ട് തമ്പുരാൻ തന്നെ നമ്മളെ വഴി നടത്തിക്കൊള്ളും. തമ്പുരാൻ തന്നെ മുമ്പോട്ട്, അല്ലെങ്കിൽ കൂടുതൽ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ കൂടുതൽ ചിന്തിച്ചു കൂട്ടാതെ ഒരു വിളിയിലേക്ക് അല്ലെങ്കിൽ പരുവത്തിലേക്ക് കടന്നു വരുന്നു. അതിന് ഫലമായിട്ട് തമ്പുരാൻ എന്നെ വഴി നടത്തുന്ന ഒരു ചിന്തയാണ്, ആ ഒരു കൃപ ലഭിക്കും, ആ ഒരു ചിന്ത ലഭിക്കും എന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുന്നത്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സമർപ്പണത്തിന്റെ ഏറ്റവും തീവ്രതയിൽ, അതായത് പൗരോഹിത്യ സ്വീകരണത്തിന്റെ ഏറ്റവും അടുത്തെത്തി നിൽക്കുകയാണ് ഡീക്കൻ. അപ്പം ഡീക്കന്റെ തിരുപ്പട്ടത്തെ കുറിച്ചും അതിന്റെ എന്നാണ് തിരുപ്പട്ടം എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന്. എൻ്റെ തിരുപ്പട്ട സ്വീകരണം 2026 ജനുവരി 3-ാം തീയതി ശനിയാഴ്ച 2:15 അഭിമന്യ പെരുന്നോട്ടം പിതാവാണ് തിരുപ്പട്ട ശുശ്രൂഷ നൽകുന്നത്. അന്നേരം തിരുപ്പട്ട ശുശ്രൂഷയിലൂടെ ഞാൻ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരിക. അന്നേരം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ പ്രത്യേകമായിട്ട് ഓർക്കണം. തമ്പുരാൻ്റെ വലിയ കൃപ എനിക്ക് ലഭിക്കാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. തൻ്റെ ചെറുപ്പകാലത്തെയും സെമിനാരി ജീവിതത്തിലെയും എല്ലാം പൗരോഹിത്യ യാത്രകളാണ് ബഹുമാനപ്പെട്ട ഡീക്കൻ നീളംപറമ്പിൽ നമ്മളോടിപ്പോൾ പങ്കുവെച്ചത്. തിരുപ്പട്ടത്തിൻ്റെ ഏറ്റവും അടുത്തെത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഡീക്കന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. ഈശോയുടെ നല്ലൊരു അനുഗാമിയായി തീരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ.